എൻ്റെ തുളസി ആൻസി, ഈ കിരീടവും ട്രോഫിയും എല്ലാം നിങ്ങൾ എനിക്ക് തന്ന സമ്മാനമാണെന്നേ ഞാൻ പറയൂ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ യാത്ര സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ട് തുളസി ആൻസി, നിങ്ങൾക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസം മാത്രമാണ് എനിക്ക് കിരീടവും ട്രോഫിയും എല്ലാം നേടാൻ സാധിക്കും. ഹായ് ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആലിസ് എന്താ ഈ പിച്ചും പേയും പറയുന്നതില്ലേ? ഒരു പിച്ചും പേയും അല്ല, ഞാൻ എന്റെ ഹൃദയ വികാരം പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ആൻസി എന്നെ വിളിച്ചിട്ട് പറയുകയാണേ, ആലിസ് ചേച്ചി, മിസസ് ഇന്ത്യ ഇന്റർനാഷണൽ ക്വീൻസ് ഒരു പാജന്റ് നടക്കുന്നുണ്ട്, ആലിസ് ചേച്ചി കണിശമായിട്ടും അതിന് പോകണം, വിൻ ചെയ്ത് വരണം എന്നെല്ലാം പറഞ്ഞു. ആ ദിവസം തന്നെ ആരോ തുളസിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെ തുളസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആലിസ്, കഴിഞ്ഞ വർഷം കിരീടം വാങ്ങിയെന്നും പറഞ്ഞ് ഇരിക്കരുത്, അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിൽ നീ കോമ്പീറ്റ് ചെയ്യാൻ പോണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ തുളസി, അതിപ്പോ ആൻസി പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഞാൻ പോകുന്നില്ല, എനിക്ക് ഒരു കിരീടം കിട്ടി, അത് ധാരാളം മതിയെന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ, ഈ തുളസിയും ആൻസിയും എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. അല്ല ആലിസ് ചേച്ചി, കഴിവുള്ളവര് പോകണം, നേടണം, എനിക്ക് വേണ്ട എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ആൻസി ആണെ മസ്കറ്റിൽ നിന്ന് ദിവസവും ഫോൺ വിളി. അപ്പൊ ഈ തുളസി എന്ന് പറയുന്നത് ഞങ്ങൾ നേഴ്സിങ്ങിനെ ഒന്നിച്ച് പഠിച്ച ഒരു 50 വർഷത്തെ പരിചയമുണ്ട്. ആൻസി ആണെങ്കിൽ ഞങ്ങൾ മസ്കറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഉള്ള കൂട്ടാണ്, 35 വർഷമായ കൂട്ടാണ്. ഇവരെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണ്. ഈ കൂട്ടത്തിൽ വേറെ ഒരാളും കൂടി ഉണ്ട്, കുഞ്ഞുമോള് അമേരിക്കയിലാണ്. ഇല്ലെങ്കിൽ കുഞ്ഞുമോക്കും ഈ സ്വഭാവം തന്നെയാണുള്ളത്. ഈ ആൻസിയുടെയും തുളസിയുടെയും നിർബന്ധം കൊണ്ട് ഞാൻ എന്നെ അടുത്തറിയാമോ, ഞാൻ മിസസ് ഇന്ത്യ ഇന്റർനാഷണലിന്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി ജസ്റ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ തേണ്ട അവിടെ നിന്ന് വിളിച്ചേച്ച് പറഞ്ഞു, എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഒന്ന് ഓഡീഷനിൽ ഒന്ന് പങ്കെടുത്തതിന് ശേഷം മാം തീരുമാനിച്ചാൽ മതി വരണോ വേണ്ട എന്ന് പറയും. അപ്പൊ അങ്ങനെ ആടുത്തും പറഞ്ഞിട്ട് ഞാൻ ഓഡീഷൻ പങ്കെടുത്തു. അത് കഴിഞ്ഞപ്പോ അവര് ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് എന്നെ വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങി. അവസാനം ഞാൻ വിചാരിച്ചു, എന്നാൽ ഒരു കൈ പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. ഓഫ് കോഴ്സ് തുളസിയും ആൻസിയും എന്നെ എൻകറേജ് ചെയ്ത് ഉന്തിത്തള്ളി കയറ്റിയപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ പിന്തുണയും സപ്പോർട്ടും ധാരാളമായിട്ടുണ്ടായിരുന്നെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്ത് പറഞ്ഞെന്നാലും എന്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പാജന്റിൽ മിസസ് ഇന്ത്യ ഇന്റർനാഷണൽ ക്വീൻസ് 2026 പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായി പോയേനെ. കാരണം എന്താണെന്ന് അറിയാമോ, ഞാൻ കോമ്പീറ്റ് ചെയ്തത് 41 വയസ്സിന് മുകളിലുള്ള 57 പേരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ സെക്കൻഡ് റണ്ണറപ്പ് ആയതേ ഉള്ളൂ. പക്ഷെ അത് എനിക്ക് ശരിക്കും ഞാൻ ക്രൗൺ വിന്നർ ആയ ഒരു അഭിമാനമാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ ചില വിജയങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ കഴിവ് കൊണ്ട് മാത്രം നമുക്ക് നേടാൻ സാധിക്കത്തില്ല. നമ്മളെക്കാൾ നമ്മളിൽ കൂടുതൽ വിശ്വാസമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. അവരുടെ സപ്പോർട്ടും അവരുടെ ഒരു തള്ളിവിടലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളിൽ തന്നെ എന്തിനാ ഏതിനാ എന്നൊക്കെ ഓർത്തു പോകില്ലേ. ഞാൻ അങ്ങനെ വിചാരിച്ച കൂട്ടത്തിലാണ്. തുളസി, ആൻസി, നിങ്ങളോട് രണ്ടുപേരോടും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ എൻ്റെ സന്തോഷവും ഗ്രാറ്റിറ്റ്യൂഡും അർപ്പിക്കുകയാണ്. നിങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കളെ ദൈവം എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മളിൽ വിശ്വാസമുള്ള ഒരാൾ ഉണ്ടായിരിക്കണം. എനിക്ക് പക്ഷേ ദൈവം 2 പേരെയാണ് തന്നത്, തുളസിയെയും ആൻസിയെയും. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ യാത്ര സഫലമാകുമായിരുന്നില്ല. ഈ വിജയം, ഈ കിരീടങ്ങളും ഈ സാക്ഷ്യം ട്രോഫിയും എല്ലാം നമ്മുടെ വിജയമാണ്. നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. താങ്ക് യു തുളസി ആൻഡ് ആൻസി. I love you both. God bless you.